ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ കാണിച്ചുകൊണ്ട് തുടങ്ങാം. ഈ വീഡിയോ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും എന്ന് കരുതുന്നു. കാരണം ഇതിൽ കാണിച്ചിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ 24-26 വാർഡുകളുടെ അതിരാണ് കാണുന്നത്, ഈ റോഡ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ വീഡിയോ കാണിച്ചതിനൊരു കാരണമുണ്ട്. അതായത് വേനൽക്കാലത്താണ് കൊച്ചിൻ കോർപ്പറേഷൻ അതിൻ്റെ പരിധിയിലുള്ള എല്ലാ ചെറിയ കാണകൾ, വലിയ കാണകൾ, കനാലുകൾ എന്നിവ ഡീസിൽറ്റ് ചെയ്യാനായിട്ട്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെള്ള കോരി മാറ്റാനായിട്ടുള്ള കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വർഷത്തേക്കുള്ള ക്ലീനിങ്ങിനുള്ള ടെൻഡേഴ്സ് എല്ലാം വിളിച്ചു കഴിഞ്ഞു. മിക്കവാറും മാർച്ച് അവസാനത്തോടെ ടെൻഡർ സാങ്ഷൻ ആകും. അപ്പോൾ അതിൻ്റെ ചില ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് 26-ാം ഡിവിഷനിലെ ചില കണക്കുകൾ ഞാൻ കാണിക്കാം. സീരിയൽ നമ്പർ 6 നോക്കുക. 26-ാം ഡിവിഷൻ വലിയ കാണകൾ കോരുന്നതിന് 4,16,000 ചില്ലാനം രൂപ. സീരിയൽ നമ്പർ 7 നോക്കുക. 26-ാം ഡിവിഷൻ ചെറിയ കാണകൾ കോരുന്നതിന് 4,23,000 രൂപ. ഇതൊക്കെ കൂടാതെയാണ് പണ്ടാരച്ചിറത്തോടിന് ഒരു തുക, പിന്നെ രാമേശ്വരം കനാലിന് വേറൊരു തുക, അങ്ങനെ വെവ്വേറെ ടെൻഡർ വിളിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ടെൻഡറുകളാണ് ഡീസിൽറ്റിങ്ങിന്, അതായത് ചെള്ള കോരാനായിട്ട് കൊടുക്കുന്നത്. അതിലൊന്ന് ചെറിയ കാണകൾ കോരാനായിട്ട്, രണ്ടാമത്തേത് വലിയ കാണകൾ കോരാനായിട്ട്, മൂന്നാമത്തേത് നമ്മുടെ കൽവത്തി രാമേശ്വരം കനാൽ. ഈ കനാലിൻ്റെ കാര്യത്തിൽ അതേതോ 7-8 റീച്ചുകളായിട്ട് തിരിച്ചിട്ട് അതൊക്കെ ഏതൊക്കെ ഡിവിഷനിൽ വരുന്നുവോ ആ ഡിവിഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിന് പ്രത്യേകമായിട്ടൊരു തുകയാണ് പാസ്സാക്കുന്നത്. അപ്പോൾ 26-ാം ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ കാണകൾ കോരാനായിട്ട് നിങ്ങൾ കണ്ട മാതിരി ഏതാണ്ട് 4 ലക്ഷത്തിൽ കൂടുതൽ എസ്റ്റിമേറ്റ് തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ കാണകൾ കോരാനായിട്ട് അതിനും 4 ലക്ഷത്തിൽ കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റാണ്, അത് ടെൻഡർ പാസ്സായി കഴിയുമ്പോഴത്തേക്ക് തുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ട്, ഈ കാണകൾ കുറച്ച് പേര് വന്നിട്ട് കോരി ആ കാണയുടെ അരികിൽ തന്നെ ഇടും. മഴക്കാലം വരെ അത് അവിടെ തന്നെ കിടക്കും. അവസാനം മഴ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി വലിച്ച് വീണ്ടും ഒന്നെങ്കിൽ കാനയിലേക്കോ അല്ലെങ്കിൽ മറ്റു പരിസരങ്ങളിലേക്കോ പോകാറാണ് പതിവ്. ഇത് കോരി കൊണ്ടുപോകുന്നത് വളരെ ചുരുക്കമാണ്. ടെൻഡർ പ്രകാരം കോൺട്രാക്ടറിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കോരി അവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളത്. അവിടെ ഇട്ട് വെക്കാൻ പറ്റില്ല. അവരോട് ചോദിച്ചാൽ പറയുന്നത് അത് വെള്ളം പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. ടെൻഡർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇതിന് 3 മാസത്തെ സമയപരിധിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മാർച്ച് അവസാനത്തോടെ എല്ലാ ടെൻഡറുകളും സാങ്ഷൻ ആവുകയുള്ളൂ. പിന്നീട് അവശേഷിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂണാണ്. കഴിഞ്ഞ 2 വർഷത്തെ മഴക്കാലത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെയ് 18, മെയ് 20-ാം തീയതിയോടെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ മഴ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ പണ്ട് പറയുന്നുണ്ട് ജൂൺ 1 തന്നെ തുടങ്ങിയെന്ന് വിചാരിച്ചു. അപ്പോഴും അവശേഷിക്കുന്നത് 2 മാസങ്ങൾ മാത്രമാണ്. കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് 3 മാസത്തേക്കാണ്. അതായത് മഴ തുടങ്ങിക്കഴിഞ്ഞാലും ഇവർക്ക് ഇവരുടെ പണി കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം ലഭിക്കും. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണ പോരലൊന്നും നടക്കില്ല. കാരണം കാണകളിൽ വെള്ളം നിറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മളുടെ ഈ പരിസരത്തുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതിൻ്റെ തോത്, അതിൻ്റെ ഒരു ആഘാതം കുറക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ കോർപ്പറേഷനിൽ നിന്നും ഈ 4 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൈപ്പറ്റി കാണ കോരാനായിട്ട് ഏൽപ്പിക്കുന്ന ആൾക്കാർ അവരെടുക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാട്ടുകാരായ നമ്മൾക്ക് നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കാണകോരൽ ഏതായാലും ഇപ്പോൾ തുടങ്ങും. ഏപ്രിൽ, മെയ് മുതലായ മാസങ്ങളിൽ തുടങ്ങുമ്പോൾ നമ്മൾ അതൊന്ന് നിരീക്ഷിക്കുക. ഇവർ ശരിക്കും കാണ കോരുന്നുണ്ടോ? കോൺട്രാക്റ്റ്, അതായത് ഇവർ ടെൻഡർ വിളിച്ചിരിക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിവിഷനുകളിലെ ചെറിയ കാണകൾ, ഡിവിഷനുകളിലെ വലിയ കാണകൾ. അപ്പോൾ അതൊരു കുറച്ച് ഭാഗം മാത്രമല്ല, ആ ഡിവിഷനിലുള്ള മുഴുവൻ കാണകളും കോരിയെ വൃത്തിയാക്കി, അതായത് ഡീസിൽറ്റ് ചെയ്തേ മതിയാവും. അതുകൊണ്ട് ഇപ്രാവശ്യം കാണ കോരൽ തുടങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുകയോ വീഡിയോ എടുത്ത് വെക്കുകയോ ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോന് താഴെ കമൻ്റായിട്ട് ഇടുക. എവിടെയൊക്കെ പാകപ്പിഴകളുണ്ടോ എന്നതെല്ലാം ശേഖരിച്ച് വെച്ചുകൊണ്ട്
നമ്മൾക്കൊരു പരാതി കോർപ്പറേഷന് തന്നെ കൊടുക്കാൻ പറ്റും. വേറെ പല വേദികളുണ്ട് പരാതി കൊടുക്കാനായിട്ട്. നമ്മൾ ഇതൊന്നും ചെയ്യാത്തിടത്തോളം കാലം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപ ഈ ചെറിയ കാനകൾ, വലിയ കാനകൾ, രാമേശ്വരം കനാല് മുതലായവയൊക്കെ കോരാനായിട്ട് ടെൻഡർ വിളിക്കും, അവരുടെ കാശും കൊടുക്കും. അവസാനം എന്ത് പറ്റും? നമ്മൾ വീണ്ടും ഈ വെള്ളപ്പൊക്കത്തിന് നടുക്കാകും. ഇതെല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ കോർപ്പറേഷനെയോ കോൺട്രാക്ടറെയോ എഞ്ചിനീയറിനെയോ ഒക്കെ ചീത്ത പറയുന്നതിന് പകരം പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അതിലൊരു മാർഗ്ഗമാണിത്. ടെൻഡർ വിളിച്ച് കൊടുത്ത ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൂടി ഒന്ന് വാച്ച് ചെയ്യുക. ഇവർ ജോലി തുടങ്ങുന്ന മുറക്ക് നമ്മൾക്ക് ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരും. ഇവർ കൃത്യമായിട്ടാണോ കാണുകൾ കോരുന്നുണ്ടോ, ഏതെങ്കിലും ഭാഗം കോരാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ, അതോ ഇതൊരു മുകളിലത്തെ കുറച്ച് ഭാഗം മാത്രമാണ് ഇവർ ഡീസിൽറ്റിങ് എന്നുള്ള പേരിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പോരുന്നത് കണ്ടു കഴിഞ്ഞാൽ ദയവായിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതുകൂടി നമ്മൾക്ക് ഉൾപ്പെടുത്തി പുതിയൊരു വീഡിയോ ഒരു മെയ് അവസാനത്തോടെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ വീഡിയോ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അത് വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ആയിരിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.